ഉദ്ഘാടനം നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണെങ്കിലും നമ്മൾ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഫീഡുകളിൽ നിറയെ രാജീവ് ചന്ദ്രശേഖറാണ്. രാജീവ് ചന്ദ്രശേഖറാണ് ഇന്നിപ്പോ താരമായി മാറിയിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നതാണോ? അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായി ചാർജ് ഏറ്റെടുത്ത് ഏകദേശം ഒരു മാസം കഴിയുമ്പോൾ തന്നെ ശ്രീ രാജീവ് ചന്ദ്രശേഖറിലേക്ക് കേരള സംസ്ഥാനത്തിലെ പൊതുസമൂഹത്തിൻ്റെ ചർച്ച, പ്രത്യേകിച്ചും ഇന്ന് മാതൃഭൂമി ചർച്ചയിലൊക്കെ തന്നെ ആദ്യം ആ വിഷയമാണ് ഉന്നയിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിനൊക്കെ തന്നെ അത്രത്തോളം പ്രാധാന്യം വരുന്നുണ്ട്, പ്രത്യേകിച്ച് ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് എന്നുള്ളത് തന്നെയാണ്. ഞങ്ങൾക്ക് വളരെ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ഒന്നും അല്ലല്ലോ. പരിപാടി തുടങ്ങുന്നതിനും ദീർഘനേരം മുമ്പ് അദ്ദേഹം സ്റ്റേജിൽ പോയി ഇരിക്കുന്നു, മന്ത്രിമാരും മറ്റുള്ളവരൊക്കെ പുറത്ത് സദസ്സിലിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം സ്റ്റേജിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ കേരളീയർ എല്ലാവരും സരസമായി കാണുന്ന കാര്യം കൂടിയാണല്ലോ. വികസനമാണ്, വലിയ പരിപാടിയാണ്, അതൊക്കെ ഓക്കെ. അതിനപ്പുറത്ത് ഇതിനെ നമ്മൾ ഈ സിനിമാ ക്ലിപ്പിങ്ങുകളും ട്രോളുകളും മീമുകളൊക്കെ ആയിട്ട് ഇതിങ്ങനെ കൊഴുക്കാണ്. അത്തരത്തിൽ ഇപ്പോൾ നമ്മൾ BJP-യുടെ അധ്യക്ഷനാവട്ടെ മറ്റേത് പാർട്ടിയുടെ അധ്യക്ഷനാവട്ടെ വളരെ സീരിയസ് ആയിട്ടാണല്ലോ പൊതുസമൂഹം ഈ സംസ്ഥാന അധ്യക്ഷന്മാരെ കാണുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിലൊരു കോമഡി ആയി പോകുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് അങ്ങനെയാണ് അദ്ദേഹം. കാരണം അദ്ദേഹം BJP-യുടെ സംസ്ഥാന അധ്യക്ഷനാണ്, മുൻ കേന്ദ്രമന്ത്രിയാണ്, BJP-യുടെ ഒരു പ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹത്തോട് പറഞ്ഞിരുന്ന സമയത്ത് അദ്ദേഹം സ്റ്റേജിലെത്തി. പ്രധാനമന്ത്രി വിഴിഞ്ഞത്ത് വന്നതിന് ശേഷം കുറച്ച് സമയമെടുത്ത് പ്രോജക്റ്റിൻ്റെ പ്രധാന ഭാഗങ്ങൾ കാണാൻ വേണ്ടി പോകുമെന്ന് സ്റ്റേജിൽ തന്നെ അനൗൺസ് ചെയ്തിരുന്നല്ലോ. രാജീവ് ചന്ദ്രശേഖർജിക്ക് കൊടുത്തിരുന്ന സമയത്ത് അദ്ദേഹം സ്റ്റേജിലെത്തി. സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണറൊക്കെ പങ്കെടുക്കുന്ന പരിപാടിക്ക് പോകുമ്പോഴേക്കും കുറച്ച് നേരത്തെ എത്തണം എന്ന് പ്രോട്ടോകോൾ പ്രകാരമുണ്ട്. അദ്ദേഹം കൃത്യസമയത്ത് ഒറ്റയ്ക്കാണെങ്കിലും അദ്ദേഹം അവിടെ ഇരുന്നു. മറ്റുള്ളവരെ കൂട്ടിവരാൻ അദ്ദേഹത്തിന് സാധിക്കില്ലല്ലോ. ഇപ്പോൾ ഒരു 5-6 പേര് കൂടി ആ സമയം പാലിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ചോദ്യം ചോദിക്കുമായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞ സമയത്ത് അദ്ദേഹം കൃത്യമായിട്ട് അവിടെ ഇരുന്നു. സദസ്സിൻ്റെ പല ഭാഗത്തു നിന്നും ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുമ്പോഴേക്കും ഒരുപക്ഷേ 1-2 തവണ അദ്ദേഹം അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം. അല്ലാതെ ഈ 2 കാര്യങ്ങളിലും ഞാൻ ചോദിക്കട്ടെ, ഇതിനൊരു വിശാല മനസ്സോടുകൂടി കാണാതെ പ്രധാനമന്ത്രി വരേണ്ട സ്ഥലത്ത് പറഞ്ഞ സമയത്ത് അദ്ദേഹം എത്തുന്നു. സ്റ്റേജിൽ നിന്നും ഭാരതാംബയ്ക്ക് ജയ് വിളിക്കുമ്പോഴേക്കും അദ്ദേഹം 1-2 തവണ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനെ പോസിറ്റീവായിട്ട് കാണുന്നതിന് പകരം വിമർശനാത്മകമായിട്ട് കാണുന്നതിനെ പോലും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെ കണ്ടാൽ പോലും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. തമാശയായിട്ട് അദ്ദേഹം ലേറ്റായി, അദ്ദേഹം അരമണിക്കൂർ ലേറ്റായിട്ടാണ് വന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ ചർച്ച ചെയ്യും? അതിപ്പോ വിമർശിച്ചാൽ പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ ഒരു ഡിഗ്നിറ്ററി ലേറ്റ് ആവാൻ പാടില്ല. അദ്ദേഹം എല്ലാ പരിപാടികളും മാറ്റി വെച്ചിട്ട്, അതായത് പ്രധാനമന്ത്രി പിന്നെ പ്രത്യേകിച്ച് ഒരു പരിപാടി ഇന്ന് നാളെ ഇല്ലല്ലോ. ഇത് പലരും താരതമ്യം ചെയ്യുന്നത് പണ്ട് പിണറായി വിജയൻ പങ്കെടുത്ത സദസ്സിൽ എഴുന്നേറ്റ് നിന്ന ഭീമൻ രഘുവായിട്ടൊക്കെയാണ്. BJP പ്രസിഡന്റ് കുറെ കൂടി സീരിയസ് ആവണ്ടേ? അല്ല, അതിന്റെ ഒരു പ്രശ്നം എന്താ അറിയോ? അതിന്റെ പ്രശ്നം എന്താ? അത് അസൂയയാണ്. ഇപ്പോൾ ഞങ്ങൾ 2 പേരുമായിട്ട് 2 MP-മാരുമായിട്ട് ഇന്ത്യൻ പാർലമെന്റിൽ ചെന്നിട്ട് അവിടെ MP-മാരുടെ എണ്ണം കുറഞ്ഞ സമയത്ത് പോലും അടൽ ബിഹാരി വാജ്പേയി എഴുന്നേറ്റ് പറഞ്ഞു, ഇന്ന് ഞങ്ങൾ ഇത്ര പേരേ ഉള്ളൂ, ഞങ്ങൾ നാളെ ഒരു കാലത്ത് ഞങ്ങൾ ഭരണത്തിൽ വരും, ഞങ്ങൾ ഒറ്റയ്ക്ക് ഭരണത്തിൽ വരും, ചിലപ്പോൾ അത് കാണാൻ ഞാൻ കാണില്ല, പക്ഷേ ഞങ്ങൾ വരുമെന്ന് പറഞ്ഞപ്പോൾ പരിഹസിച്ചില്ല. ഞങ്ങൾ 1980 മുതൽ കേരളത്തിൽ കെട്ടിവെച്ച കാശ് കിട്ടാൻ ഞങ്ങൾ എല്ലാവരും പരിഹസിച്ചില്ലേ? ഇന്നിപ്പോൾ എന്താ ഒരു അവസ്ഥ? ഇന്ന് രാജീവ് ചന്ദ്രശേഖരനെയും നരേന്ദ്രമോദിയെയും ഫോക്കസ് ചെയ്തുകൊണ്ട് ചർച്ചകൾ കേരളത്തിൽ നടത്തുന്നു. BJP MP ആവുന്ന ഒരു ഘട്ടത്തിലെത്തി. അദ്ദേഹം ഫുള്ളി കോൺഫിഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നേരത്തെ വന്നത്. ശരി.